Hello dears, welcome to the class. Today we are going to introduce a new unit. Unit name is Green Earth. ഹരിത ഭൂമി അഥവാ പച്ചപ്പ് നിറഞ്ഞ ഭൂമി എന്നാണ് അതിനർത്ഥം. Okay, let's start our class. Go touch and come, little bird. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോയമാണ്. Fly away, fly away, fly little bird. Go touch the green tree and come. Little bird. Which tree did the bird touch? What is its name? ഒരു ചെറിയ പക്ഷിയോട് പറന്നു ചെന്ന് ഒരു ട്രീ തൊടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ഏത് ട്രീ ആണ് ആ ബേർഡ് തൊട്ടത്, ആ മരത്തിൻ്റെ പേരെന്താണ്? നെക്സ്റ്റ് ലൈൻ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം. ലിറ്റിൽ ബേർഡ് വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? നേരത്തെ മരം തൊടാനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇപ്പോഴോ ഒരു ഫ്ലവർ തൊട്ടിട്ട് വരാനാണ് പറയുന്നത്. ആ ഫ്ലവറിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്താണ് എന്നൊക്കെ ചോദിക്കും. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം. ലിറ്റിൽ ബേർഡ് വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? ആദ്യം ഏത് മരമാണെന്ന് ചോദിച്ചു, പിന്നെ ഏത് പൂവാണെന്ന് ചോദിച്ചു, ഇനിയോ എന്ത് തൊടാനാണ് പറഞ്ഞിരിക്കുന്നത്? ലീഫ് തൊട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത് ഇലകളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും ഫ്ലവേഴ്സിനെ കുറിച്ചും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? ഷാൾ വി പ്ലേ ദിസ് ഗെയിം? വിച്ച് പ്ലാന്റ്സ് were you able to touch when you played? Which other plants do you know? Write them in your environmental science diary. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളോടും പാട്ടുപാടി കളിക്കാനും ഇതുപോലെ മരങ്ങളുടെയും പൂക്കളുടെയും അതുപോലെ തന്നെ ഇലകളുടെയും ഒക്കെ പേര് പറഞ്ഞ് കളിക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ നിങ്ങളുടെ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം. ഓക്കെ. വിച്ച് പാർട്സ്? Sarah is drawing the picture of a plant. What are the other parts to add in the picture? Complete the picture and write the parts. സെയ്റ ഒരു പിക്ചർ വരയ്ക്കുകയാണ് ഒരു പ്ലാന്റിൻ്റെ. അപ്പോൾ സെയ്റ ഒരു പാർട്ട് മാത്രമാണ് ഇപ്പോൾ വരച്ചു വച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് പറയണം. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? റൂട്ടുണ്ട് അഥവാ വേര്, പിന്നെയുള്ളത് സ്റ്റെമ്മാണ്, തണ്ട്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന പഴങ്ങൾ, പിന്നെ ഫ്ലവർ പൂവ്, ലീഫ് ഇല. ഇതൊക്കെയാണ് പാർട്സ്, ഒരു പ്ലാന്റിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റ് us ക്ലാസിഫൈ. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? വാട്ട് ആർ ദ ഡിഫറൻസസ്? നിങ്ങൾ കാണുന്ന എല്ലാ ചെടികളും ഒരുപോലെയാണോ? അല്ല അല്ലേ, അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡിഫറൻസ്? സൈസിൽ വ്യത്യാസം ഉണ്ടാവും. ചിലത് ചെറിയ മരങ്ങളായിരിക്കും, ചിലതോ വലിയ മരങ്ങളായിരിക്കും. അപ്പോൾ സൈസിൽ വ്യത്യാസമുണ്ട്. ഇനിയോ കളറിൽ വ്യത്യാസമുണ്ട്. ചിലത് പച്ച നിറത്തിലുള്ള ഇലകളുള്ളതുണ്ടാകും, ചിലപ്പോഴോ ഒരു മഞ്ഞ കലർന്ന അല്ലെങ്കിൽ ഓറഞ്ച് ഇലകൾ, അതുപോലെ ചുവപ്പ് നിറത്തിലുള്ള ഇലകൾ ഒക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഫ്രൂട്ട്സും ഒരുപോലെയാണോ? അല്ല. ഫ്ലവർ അതിലുണ്ടാകുന്ന പൂക്കളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ലൈഫ് സ്പാനാണ്. ചിലത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടികളുണ്ടാകും, ചിലതോ ഒരുപാട് കാലം നിലനിൽക്കുന്ന ചെടികളും ഉണ്ടായിരിക്കും. കണ്ടില്ലേ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്? ചില പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സാണ്. ഇതൊക്കെ ഏത് പ്ലാന്റ്സ് ആണെന്ന് നിങ്ങൾക്കറിയുമോ? നമുക്കത് നോക്കാം. ഹിബിസ്കസ്, ചെമ്പരത്തി. പല നിറത്തിലുള്ള ചെമ്പരത്തിയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെയോ ഇതാണ് മാംഗോ ട്രീ, മാവ്, നമുക്ക് മാമ്പഴം നൽകുന്നു. പിന്നെ ഇതോ പാഡി, നെല്ല്, നമുക്ക് അരിയൊക്കെ നൽകുന്നത് പാഡി, നെല്ലാണ് അല്ലേ. പിന്നെ കാണുന്നതാണ് കോക്കനട്ട് ട്രീ അഥവാ തെങ്ങ്, നമുക്ക് തേങ്ങ നൽകുന്നു. ഇനി ഇതാണ് ബനിയൻ ട്രീ അഥവാ ആൽമരം, വേരുകളൊക്കെയുള്ള ഒരു മരം കണ്ടിട്ടില്ലേ. ഈ കാണുന്ന ചെടിയാണ് തൊട്ടാവാടി അല്ലെങ്കിൽ ടച്ച് മീ നോട്ട്, മിമോസ പുടിക്ക എന്നും കൂടി പറയും. എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്?
നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാടും, പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയായ രൂപത്തിലെത്തും. ഇതാണ് റോസ് ഫ്ലവർ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പല നിറത്തിലുള്ള റോസ് ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പ്ലാന്റ്സിൽ നിറയെ മുള്ളുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഇതാണ് ബിറ്റർ ഗോഡ്. ബിറ്റർ ഗോഡ് എന്ന് പറഞ്ഞാൽ കൈപ്പയ്ക്ക. വളരെ കയ്പുള്ള ഒരു വെജിറ്റബിളാണിത് അല്ലേ? ഇതാണ് ഇക്സോറ. ഇക്സോറ എന്ന് പറഞ്ഞാൽ തെച്ചി, തെറ്റി, ചെത്തി എന്നുള്ള പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് നോക്കാം. എത്രയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ്. ഈ ക്ലൈംബേഴ്സിനെയും ക്രീപ്പേഴ്സിനെയും വൈൻ പ്ലാന്റ് എന്നുകൂടി പറയുന്നു. Which plants do you see in the picture? What are the features of their stem? What are the differences in their size? How long will they live? നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ കണ്ടു, അതിൻ്റെ പേരൊക്കെ പറഞ്ഞു അല്ലേ? ഇനി ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ, തണ്ടിൻ്റെ ഫീച്ചർ എന്താണ്, സ്പെഷ്യാലിറ്റി എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്, അതുപോലെ അത് ജീവിക്കുന്നത് എത്ര കാലം നിലനിൽക്കും, അതൊക്കെ നമുക്കൊരു ടേബിളായിട്ട് എഴുതാനുണ്ട്. അപ്പോൾ ടേബിളിൽ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീരയാണ്. സ്റ്റെം എങ്ങനെയാണ്? സോഫ്റ്റാണ്. അതുപോലെ സൈസ് സ്മോളാണ്. എത്ര കാലം ജീവിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ്? മന്ത്സ്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പിന്നെ ഹിബിസ്കസ് ആണ്, ചെമ്പരത്തി. ചെമ്പരത്തിയുടെ സ്റ്റെമ്മ് കുറച്ചുകൂടി ഹാർഡാണ് അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ബിഗാണ്, എന്നാൽ മരങ്ങളുടെ അത്ര വലിപ്പമില്ല. പിന്നെ ഇത് എത്ര വർഷം നിലനിൽക്കും? കുറച്ച് വർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? മന്ത്സ് അല്ല, ഇയേഴ്സ് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി മാംഗോ ട്രീ ആണ്, മാവ് വെരി ഹാർഡാണ് അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ വെരി ബിഗാണ്, ഒരുപാട് വലിയ ഒരു മരമാണ്. മെനി ഇയേഴ്സ്, ഒരുപാട് വർഷം നിലനിൽക്കും. ഇനി പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പാഡിയാണ്, നെല്ല് അല്ലേ? സോഫ്റ്റാണ് സ്റ്റെമ്മ്, അതുപോലെ സൈസ് സ്മോളാണ്, മന്ത്സ് മാത്രമേ നിലനിൽക്കൂ. കോക്കനട്ട് ട്രീയോ വെരി ഹാർഡാണ്, വെരി ബിഗാണ്, അതുപോലെ മെനി ഇയേഴ്സ് ഉണ്ടാകും. ബനിയൻ ട്രീയും സെയിം പോലെ തന്നെയാണ്, വെരി ഹാർഡാണ്, വെരി ബിഗ് ആൻഡ് മെനി ഇയേഴ്സ് നിലനിൽക്കുന്നുണ്ട്. റോസ് എന്ന് പറയുന്നത് ഹാർഡാണ്, ബിഗാണ്, ഇയേഴ്സ് നിലനിൽക്കും. ടച്ച് മീ നോട്ടോ ഹാർഡാണ്, പക്ഷേ അതിൻ്റെ സൈസ് സ്മോളാണ്, അതുപോലെ തന്നെ ഇയേഴ്സ് ഉണ്ടായിരിക്കും അത്. പെപ്പറോമിയ മഷിത്തണ്ട് ചെടിയാണ് പെപ്പറോമിയ, അത് സ്മോളാണ്, അതിൻ്റെ സൈസും സ്മോളാണ്, അത് കുറച്ച് മാസങ്ങൾ മാത്രമേ നിൽക്കൂ. ബിറ്റർ ഗോഡ് കയ്പ, സോഫ്റ്റാണ്, സ്മോളാണ്, അതുപോലെ കുറച്ച് മാസങ്ങൾ മാത്രമേ, മന്ത്സ് മാത്രമേ അത് നിൽക്കൂ. ഇക്സോറ തെച്ചി ഹാർഡാണ്, അതിൻ്റെ സ്റ്റെം, സൈസോ ബിഗാണ്, ഇയേഴ്സ് നിലനിൽക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായ സ്റ്റെമ്മിലും സൈസിലും അതിൻ്റെ ലൈഫ് സ്പാനിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? നിങ്ങൾ എന്തൊക്കെയാണ് ടേബിളിൽ നിന്ന് പഠിച്ചത്? ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹാബ്സ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? അപ്പോൾ നമ്മുടെ അമരാന്ത് അല്ലെങ്കിൽ ചീര, സ്പിനാച്ച് എന്നും പറയും, അവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഈ ചീരയൊക്കെ ഏത് വർഗത്തിലുള്ളതാണെന്ന് പറഞ്ഞത്? ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ് കൂട്ടത്തിൽ പെട്ടതാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പഠിക്കണം. എന്താണ് അവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? സ്റ്റെം ഈസ് സോഫ്റ്റ്, തണ്ട് വളരെ സോഫ്റ്റാണ്. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്? ഷോർട്ട് ലിവ്ഡാണ്, കുറച്ച് കാലം ജീവിക്കുന്നതാണ്, മന്ത്സ് മാത്രമേ ഇവ ജീവിക്കൂ. സ്മോൾ പ്ലാന്റ്സ് ആണ്, ചെറിയ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ നോ ഡീപ്പ് റൂട്ട്സ്, മരങ്ങളെപ്പോലെ താഴേക്ക് നല്ല വേര് ഇതിന് ഇല്ല. നെക്സ്റ്റ് പറയുന്നത് ഡു യു നോ അസ് വി ഗ്രോ വെരി ടോൾ, വി ആർ ട്രീസ്, പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഒരു മാംഗോ ട്രീ ആണ് പറയുന്നത്. ഞങ്ങൾ നല്ല ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളാണ്. ഞങ്ങൾ എന്താണ് വിളിക്കുന്നത്? ട്രീസ്, മരങ്ങൾ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വെരി ഹാർഡ് സ്റ്റെം, പിന്നെയോ ലോങ് ലൈഫ് സ്പാനാണ് ഉള്ളത് അല്ലേ? ഒരുപാട് കാലം നിലനിൽക്കും. ഇനി പറയാൻ പോകുന്നത് ദോ വി ആർ സ്മോൾ അവർ സ്റ്റെംസ് ആർ പ്രെറ്റി ഹാർഡ്, വി ആർ കോൾഡ് ഷ്രബ്സ്.
റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഞങ്ങൾ കുറച്ച് ചെറുതാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റെം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. എന്നാൽ ട്രീസിനെ പോലെ അത്ര ഹാർഡല്ല. വി ആർ കോൾഡ് ഷ്രബ്സ്. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളാണ്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഹാർഡ് സ്റ്റെമ്മാണ്, ലോങ് ലൈഫ് സ്പാൻ, പിന്നെയോ ഷോർട്ട് പ്ലാന്റ്സ് ആണ്, ചെറിയ ചെടികളാണ് അല്ലേ? എന്നാൽ ഹെർബ്സും അല്ല, ട്രീസും അല്ല. ഹൂ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. നമ്മൾ ഇപ്പോൾ കണ്ട സ്പിനാച്ചും ഹിബിസ്കസും മാംഗോ ട്രീയും ഒക്കെ ഏത് ഗ്രൂപ്പിലുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെർബിൽ പെട്ടതാണ് സ്പിനാച്ച്, ചീര അല്ലേ, ചെറിയ ചെടിയാണ്. ഷ്രബ് എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ്, അതൊരു കുറ്റിച്ചെടിയാണ്, തീരെ ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല. മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ ടോളായിട്ട് ഹാർഡായിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ് അല്ലേ? നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഏതൊക്കെ ചെടികളാണ് നമുക്ക് അറിയുന്നത് എന്ന് നോക്കാം. ഹെർബ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പിനാച്ച്, അതുപോലെ തന്നെ പാഴ്സ്ലി, മിൻറ്റ്, ഒറിഗാനോ, റോസ്മേരി, ബേസിൽ, ഇതൊക്കെ ഹെർബിൽ പെട്ടതാണ്. ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും, അതുപോലെ തന്നെ സ്റ്റെമ്മൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ച് കാലം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഷ്രബിൽ പെട്ടത് ഏതൊക്കെയാണ്? ഹിബിസ്കസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ റോസ്, ജാസ്മിൻ, ബ്ലൂബെറി, സ്ട്രോബെറി, ലെമൺ, ടീ പ്ലാന്റ്, കോഫി പ്ലാന്റ്, ഇതൊക്കെ ഷ്രബാണ്. അതായത് ഒരുപാട് ഉയരത്തിൽ വളരില്ല, എന്നാൽ തീരെ ചെറുതുമല്ല, അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്രീ ആണ്, മാംഗോ ട്രീ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഏതൊക്കെയുണ്ട്? അതുപോലെ കോക്കനട്ട് ട്രീ, ബനിയൻ ട്രീ, പൈൻ ട്രീ, ആപ്പിൾ ട്രീ, ഡേറ്റ്, പാം. ഡ്രോ ആൻഡ് കണക്റ്റ്, വരച്ച് കണക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷ്രബുണ്ട്, ഹെർബുണ്ട്, ട്രീ ഉണ്ട്. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അതിലേതാണ് ഷ്രബ്, ഏതാണ് ഹെർബ്, ഏതാണ് ട്രീ എന്ന് നോക്കണം. നമുക്കൊന്നുകൂടെ നോക്കാം. Plants with tiny and weak branches and leaves are called herbs. ചെറിയ വീക്ക് ബ്രാഞ്ചസോട് കൂടി വളരുന്ന ചെടികളെയാണ് herbs എന്ന് പറയുന്നത്. Slightly bigger and stronger plants are called shrubs. കുറച്ചുകൂടി വലുതും അതുപോലെ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് shrubs എന്ന് പറയുന്നത്. Still ലാർജർ വുഡി പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. എന്നാൽ നല്ല കരുത്തുള്ള സ്റ്റെമ്മുള്ള വലിയ പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് വൈൻ പ്ലാന്റ്സ് ആണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലൈംബർ ആൻഡ് ക്രീപ്പർ. ക്ലൈംബർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഹാവ് വീക്ക് ആൻഡ് സോഫ്റ്റ് സ്റ്റെം, ദേ നീഡ് സപ്പോർട്ട് ടു സ്റ്റാൻഡ് ആൻഡ് ഗ്രോ സ്ട്രെയിറ്റ്. വളരെ വീക്കും സോഫ്റ്റും ആയിട്ടുള്ള സ്റ്റെമ്മാണ്, പക്ഷേ അവർക്ക് വളരാനായിട്ട് മറ്റൊരു സാധനത്തിൻ്റെ സപ്പോർട്ട് വേണം, വേറൊരു ചെടിയിലോ വസ്തുവിലോ വേണം അത് വളരാൻ. നെക്സ്റ്റ് ക്രീപ്പർ. പ്ലാന്റ്സ് ഹാവ് സോഫ്റ്റ് ഗ്രീൻ സ്റ്റെം, ദേ ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. താഴെ നിലത്ത് വളരുന്നതാണ് ക്രീപ്പർ. ഒന്നും കൂടെ നോക്കാം. പ്ലാന്റ്സ് വിത്ത് സ്ട്രോങ് സ്റ്റെം ആൻഡ് ബിഗ് ബ്രാഞ്ചസ് ആർ കോൾഡ് ട്രീസ്, ദേ ഹാവ് മെനി ബ്രാഞ്ചസ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മും അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വളരുന്ന പ്ലാന്റാണ് ട്രീസ്. ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. Shrubs, herbs, climbers and creepers are small plants. They have weakest. Some plants grow in water. They are called aquatic plants. വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിനെയാണ് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിന് തോൺസ്, മുള്ളുകൾ ഉണ്ടാവും, അതാണ് തോണി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഷ്രബ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റോസും അതുപോലെ തന്നെ തെച്ചി പൂവുമാണ്, ഇക്സോറയുമാണ് ഷ്രബ്. ഹെർബ് എന്ന് പറയുന്നത് സ്പിനാച്ചും അതുപോലെ തന്നെ മുക്കുറ്റി, പിന്നെയോ പാഡി. പിന്നെ ട്രീ ഏതൊക്കെയാണ്? കോക്കനട്ട് ട്രീ, ബനിയൻ ട്രീ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണക്റ്റ് ചെയ്യണം. വൈൻ പ്ലാന്റ്സ്. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ചെടിയിൽ പടർന്നു കയറി വളരുന്നതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us റൈറ്റ്. സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ. ക്രീപ്പർ പോലെ ഇങ്ങനെ പടർന്ന് വളരുന്നതാണ്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. ഒറ്റയ്ക്ക് ഇങ്ങനെ നേരെ നിന്ന് വളരാനായിട്ട് കഴിയില്ല. പിന്നെയോ ഹാവ് ലോങ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെമ്മാണ്, നോ ഡീപ്പ് റൂട്ട്.
നല്ല നീളമുള്ള സ്റ്റെമ്മായിരിക്കും. അതുപോലെ തന്നെ അടിയിലേക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ഇതിന് ഉണ്ടാവുകയില്ല. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കി ഏതൊക്കെയാണ് വൈൻ പ്ലാന്റ്സ് എന്ന് നോക്കുക. നമുക്ക് തന്നിട്ടുള്ളത് പംകിനാണ്, അതുപോലെ തന്നെ കുക്കുംബറും, പിന്നെ അതുപോലെ തന്നെ ബിറ്റർ ഗോർഡും, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് വൈൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തണം. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. Vine plants are two types, those that spread and grow along the ground and those that grow upwards by holding on to or by spreading along support. രണ്ട് തരത്തിലാണ് വൈൻ പ്ലാന്റ്സ് ഉള്ളത്. ഒന്ന് ഇങ്ങനെ പടർന്ന് നിലത്ത് പടർന്ന് വളരുന്നതും, പിന്നെയോ ഒരെണ്ണം ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മുകളിലേക്ക് മറ്റു ഏതെങ്കിലും വസ്തുക്കളിൽ പിടിച്ച് കയറി വളരുന്നതുമാണ്. പ്ലാന്റ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരുന്ന ചെടികൾ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us റൈറ്റ്. ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. വെള്ളത്തിൽ വളരുന്ന ചെടികളാണെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? വാട്ടർ ലില്ലി, ലോട്ടസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഹാവ് റൂട്ട്സ് വിച്ച് ആർ ഫിക്സഡ് ടു ദ ബോട്ടം ഓഫ് ദ പോണ്ട്. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾ എവിടെയാണ്? പോണ്ട്, ആ തടാകത്തിലോ കുളത്തിലോ ഒക്കെ ഇങ്ങനെ അതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളത്തിനടിയിലായിട്ടാണുള്ളത്. ഹാവ് ലോങ് ഹോളോ സ്റ്റെം ടു റീച്ച് ദ സർഫസ് ഓഫ് ദ വാട്ടർ. വാട്ടറിന് മുകളിലേക്ക് വന്ന് അതിന് ഇലകളും പൂകളൊക്കെ ഉണ്ടാവാനായിട്ട് ലോങ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് ഉണ്ടാവുന്നത്. പിന്നെയോ ഹാവ് ബ്രോഡ് ആൻഡ് വാക്സി കോട്ടഡ് ലീവ്സ് ടു പ്രിവെൻറ്റ് ദം ഫ്രം റോട്ടിങ്. എക്സാമ്പിൾ ലോട്ടസ്, വാട്ടർ ലില്ലി. ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വലുതും അതുപോലെ തന്നെ വാക്സി കോട്ടഡ് ആയിരിക്കും, മെഴുക് പോലെ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കാത്ത ലീവ്സ് ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ലോട്ടസ്, വാട്ടർ ലില്ലി. ലൈഫ് ഇൻസൈഡ് ദ സീഡ്. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us germinate a seed. Fill a transparent glass with sand. Plant 3 or 4 pea seeds slightly under the sand close to the glass. We wet the sand, keep it for a few days, observe the seed germinating. What changes can you see? Which part of the seed will germinate first? How many days will it take for the first leaf to sprout? Observe, discuss your findings with friends and write them down in your environmental science diary. Draw pictures too. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 3-4 പീ സീഡ്സ്, പയറിൻ്റെ മണികളെടുത്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാണുന്ന ഒരു ഗ്ലാസ്സിലിട്ട് മുളപ്പിക്കാനാണ്. മണ്ണൊക്കെ ഇട്ട് ഈ പയറുമണികൾ അതിൽ ഇടണം. എന്നിട്ട് ഏത് ഭാഗമാണ് ആദ്യം വരുന്നത് എന്ന് നോക്കണം. ഏത് ഭാഗമാണ് ആദ്യം വരുന്നത്? റൂട്ടാണ് അല്ലേ? കാരണം ചെടിക്ക് വെള്ളവും വളവും ഒക്കെ അതിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എത്ര ദിവസം കൊണ്ടാണ് മുളച്ചത്, എത്ര ദിവസം കൊണ്ടാണ് അതിൻ്റെ പാർട്സൊക്കെ വന്നത് എന്ന് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം. കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്കും ചെയ്തു നോക്കാം. നിങ്ങൾ ചെയ്തു നോക്കിയ കാര്യങ്ങൾ ഈ മൈ പ്ലാന്റ് എന്നുള്ള ആക്ടിവിറ്റി റിപ്പോർട്ടിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സീഡ് ഏതാണ്, അതിൻ്റെ ഡേറ്റ്, പ്ലാന്റ് ചെയ്ത ഡേറ്റ്, ജെർമിനേഷൻ നടന്ന ഡേറ്റ്, അതുപോലെ തന്നെ മുളച്ച് പുറത്തേക്ക് വന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, 2 ലീഫ് വന്നത് എപ്പോഴൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വയ്ക്കണം. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്. വിത്തിൽ നിന്ന് മാത്രമാണോ ചെടികൾ ഉണ്ടാവുന്നത്? അല്ല അല്ലേ? സ്റ്റെമ്മ് മുറിച്ച് നട്ടാലും അതുപോലെ തന്നെ ഇല മുളച്ചി കണ്ടിട്ടില്ലേ? ഇല നട്ടാലും അതുപോലെ തന്നെ വേരിൽ നിന്നും ഒക്കെ ചെടികളുണ്ടാകും. See the saplings, they are formed from the root of the curry leaf plant. കറി ലീഫ് വന്നിരിക്കുന്നത് അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിമുളച്ചാണ്. ബട്ട് ദ സാപ്ലിങ്സ് ഓഫ് ദ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, അതായത് ഇലമുളച്ചി, ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്. അപ്പോൾ 2 കുട്ടികളിരുന്ന് പറയാണ്, കറിവേപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ വേരിൽ നിന്ന് പുതിയ തൈ മുളച്ചും, പിന്നെ ഇലമുളച്ച് വന്നിരിക്കുന്നത് അതിൻ്റെ ഇലയിൽ നിന്നുമാണ്. Saira and her friends decided to plant chetti, hibiscus, nishagandhi, rose, pumpkin, mango tree, jasmine and kadaplavu for expanding the school
biodiversity garden. Classify these plants according to which part of them is planted. Find out more plants in these categories. സൈറയും അവളുടെ ഫ്രണ്ട്സും കുറച്ച് ചെടികളെടുത്ത് ഏതൊക്കെ പാട്ട് നട്ടാലാണ് ഇത് വളരുക എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ ഏതൊക്കെയാണ് തീരുമാനിച്ചത്? ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ, കടപ്ലാവ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ജാസ്മിൻ, അതുപോലെ തന്നെ ഇക്സോറ, റോസ്, ഹിബിസ്കസ്, ഈ 4 സ്റ്റെമ്മ്, ആ ചെടിയുടെ തണ്ട് മുറിച്ച് നട്ടാൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് മാംഗോ ആൻഡ് പംകിൻ ആണ്. ഇത് രണ്ടും സീഡ്, വിത്ത് മുളപ്പിച്ചാണ് ഉണ്ടാവുന്നത്. ഇനി ഇത് നിശാഗന്ധി, ഇതിൻ്റെ ലീഫ് വെച്ചാണ് നമുക്ക് പുതിയ തൈകൾ മുളപ്പിക്കാൻ പറ്റുക. ഇനി കടപ്ലാവ്, ബ്രെഡ് ഫ്രൂട്ട് ട്രീ, ഇത് വേരിൽ നിന്നാണ് മുളച്ചു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യണം. Okay dears, complete your textbook activities and study well. See you in next class. Thank you.